കന്നഡ സിനിമാ ലോകവും ഇന്ത്യൻ സിനിമാ ലോകവും ഒന്നടങ്ക് കാത്തിരുന്ന ചിത്രങ്ങളൊന്നായിരുന്നു യാഷ് കേന്ദ്ര കഥാപാത്രമെത്തുന്ന ടോക്സിക് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട്. എന്നാൽ ഇപ്പോഴത്തെ നിരാശാജനകമായിട്ടൊരു വാർത്തയുടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. KGF എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാളികൾക്കടക്കം ഇന്ത്യയിൽ തന്നെ പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് മാറിയ താരമാണ് യാഷ്. KGF 2 എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത് 4 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായിട്ട് എത്തുകയാണ്. ടോക്സിക് ഐ ഫെയറി ടെയിൽ ഫോർ ഡ്രോൺ അപ്സ് എന്നാണ് ചിത്രത്തിന്റെ പേരിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയായിരുന്നു. മാർച്ച് 19 ചിത്രം വേൾഡ് വൈഡായിട്ട് തിയേറ്ററിലോട്ട് എത്താൻ കാത്തിരുന്നിട്ടുണ്ടായിരുന്നേ. മലയാളികളുടെ പ്രിയങ്കരിയായിട്ട് മാറിയ ഗീതു മോഹൻദാസ് ആയിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പ്രതീക്ഷകൾ ഒട്ടും മങ്ങാതെ ചിത്രം മാർച്ച് 19 റിലീസ് ചെയ്യുന്നു പ്രതീക്ഷിച്ചെങ്കിലും ഇപ്പോൾ നിരാശാജനകമായിട്ടുള്ളൊരു വാർത്തയാണ് ചിത്രത്തിൻ്റെതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ പുറത്തിറക്കിയ പ്രസ്താവന നടനും നിർമ്മാതാവുമായിട്ടുള്ള യഷും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു. പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ആഗോള പ്രേക്ഷകർക്ക് വേണ്ടി സിനിമ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടോക്സിക് എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ ആസൂത്രണം ചെയ്തത്. കന്നഡയിലും ഇംഗ്ലീഷിലുമായി ചിത്രീകരിച്ച ഈ സിനിമ നാട്ടിലെയും വിദേശത്തെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മിച്ചത്. വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന് ശേഷം മാർച്ച് 19 ചിത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞങ്ങൾ ഏറെ ആവേശത്തിലായിരുന്നു. എന്നാൽ നിലവിലെ അനിശ്ചിതാവസ്ഥ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം, കഴിയുന്നത്ര പ്രേക്ഷകരിലേക്ക് എത്തുക എന്ന ഞങ്ങളുടെ ലക്ഷ്യത്തെ ബാധിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷയിൽ റിലീസ് ജൂണിലേക്ക് മാറ്റാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പങ്കാളികളെയും പ്രേക്ഷകരുടെയും താല്പര്യം മുൻനിർത്തി റിലീസ് മാറ്റിവെക്കാനുള്ള കഠിനവും എന്നാൽ ശ്രദ്ധാപൂർവമായിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പിന്തുണയ്ക്കും ക്ഷമയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ചിത്രത്തിന്റെ റിലീസ് തീയതിയും പുറത്തുവിട്ടിട്ടുണ്ട്. 2026 ജൂൺ മാസം 4-ാം തീയതി ഇംഗ്ലീഷിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലുമായിട്ട് ലോകമെമ്പാടുമായിട്ട് ചിത്രം തിയേറ്ററിലോട്ട് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഗീതു മോഹൻദാസ് അണിയിച്ചിരിക്കുന്ന ചിത്രത്തിൽ യാഷിനോടൊപ്പം തന്നെ നയൻതാര, കിയാര അദ്വാനി, ഹിമ ഖുറേഷി, രുക്മിണി വസന്ത്, താര സുതാരിയ തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് മാർച്ച് 19 റിലീസ് ചെയ്യാനെന്ന യാഷിന്റെ ടോക്സിക് റിലീസ് നീട്ടിവെച്ചതോടുകൂടി ഗുണം ചെയ്തിരിക്കുന്നത്. ടോക്സിക്കിന്റെ റിലീസ് മാറ്റിയത് ഗുണകരമായിട്ട് മാറിയത് പാനിന്റെ റീച്ച് കിട്ടാൻ പോകുന്ന ദുരന്തർ 2-നും അതോടൊപ്പം കേരളത്തിൽ ആട് 3-ക്കുമായിരിക്കും. ഇതൊക്കെയാണ് ചിത്രം. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് ജൂൺ മാസം 4-ാം തീയതി മാത്രമേ ടോക്സിക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റ്സുകൾക്കുമായിട്ട്. അപ്പം നിങ്ങൾ എത്ര പേരായിരുന്നു ടോക്സിക്ക് മാർച്ച് 19 കാണാൻ വേണ്ടി കാത്തിരുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.